ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനികളെ, പ്രിയപ്പെട്ടവരെ, വണ്ടൂരിലെ ജാമിഅയുടെ വജ്ര ജൂബിലിയുടെ ഭാഗമായി ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന 60 ഓൺലൈൻ പ്രഭാഷണങ്ങളിൽ ഇസ്ലാമിക വിശ്വാസം യുക്തിഭദ്രം എന്ന പരമ്പരയിലെ ഭാഷണമാണിത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പകർന്നു തന്ന വിശ്വാസം ഏതാണോ അതാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം. ആ വിശ്വാസ കാര്യങ്ങളാണ് പാരമ്പര്യമായി കൈമാറി വന്നിട്ടുള്ളത്. റസൂലുള്ളാഹിന്റെ അനുചരന്മാരായ സ്വഹാബാക്കൾ, ഈ ഉമ്മത്തിൻ്റെ ആദ്യ തലമുറയായ സ്വഹാബാക്കൾ ഈ വിശ്വാസ കാര്യങ്ങളെ എങ്ങനെയാണോ സ്വീകരിച്ചത്, എങ്ങനെയാണോ ഉൾക്കൊണ്ടത്, അതേ രീതിയിലാണ് നാം ഉൾക്കൊള്ളേണ്ടത്, നാം സ്വീകരിക്കേണ്ടത്. അതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ നയം. മാ അന അലൈഹി വ സ്വഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു ആശയത്തിൻ്റെ മേലിലാണോ അത് നിങ്ങൾ മുറുകെ പിടിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ വിശ്വാസം സ്വഹാബാക്കൾ എങ്ങനെയാണ് നെഞ്ചേറ്റിയത്, എങ്ങനെയാണ് പിന്തുടർന്നത്, എങ്ങനെയാണ് ഉൾക്കൊണ്ടത്, അതേ രീതിയിൽ ആ വിശ്വാസങ്ങളെ, പാരമ്പര്യ വിശ്വാസങ്ങളെ നെഞ്ചേറ്റുന്നവരാണ്, അതിനെ സ്വീകരിക്കുന്നവരാണ്, ഉൾക്കൊള്ളുന്നവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ അഥവാ സുന്നികൾ. ആ വിശ്വാസം തന്നെയാണ് പാരമ്പര്യമായി കൈമാറി വന്നിട്ടുള്ളത്. വിശ്വാസി സമൂഹത്തിൻ്റെ ഭൂരിപക്ഷവും ആ ശരിയായ വിശ്വാസത്തിൻ്റെ മേലിലാണ് എല്ലാ കാലത്തും നിലകൊണ്ടത്. എന്നാൽ വിശ്വാസി സമൂഹം മുഴുവനും അങ്ങനെയല്ല. ഒരു ചെറിയ ന്യൂനപക്ഷം അതിനെതിരായിട്ടുണ്ട്. അവരവരുടെ യുക്തിക്കനുസരിച്ച് കൊണ്ട് പല വികലമായ ചിന്തകളും വിശ്വാസങ്ങളിലേക്ക് കടത്തിക്കൂട്ടുകയും ശരിയായ ചിന്തകളെ പഴിപ്പിക്കുകയും അതിലേക്ക് അപകടം പിടിച്ച പല ചിന്തകളും കയറ്റുകയും ചെയ്തിട്ടുണ്ട്. അത്തരം ആളുകൾ ഈ ഉമ്മത്തിൽ വന്നിട്ടുണ്ട്. അത് റസൂലുള്ളാഹിന്റെ പ്രവചനമാണ്, അതിൻ്റെ പുലർച്ചയാണ്. അത്തരം ആളുകൾ വരുന്ന സന്ദർഭത്തിൽ ശരിയായ വിശ്വാസം പേറുന്ന വിശ്വാസികൾ, പണ്ഡിതന്മാർ, മഹത്വക്കൾ അതിനെതിരെ നിന്നിട്ടുണ്ട്, അതിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട്, അതിൻ്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടിയിട്ടുണ്ട്. അഖിലുകൊണ്ടും നഖിലുകൊണ്ടും പാരമ്പര്യ വിശ്വാസങ്ങളെ അവർ സ്ഥാപിച്ചിട്ടുണ്ട്. പ്രമാണബദ്ധമായി, അതേപോലെ തന്നെ യുക്തിഭദ്രമായി അതിനെ അവർ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിശ്വാസ കാര്യങ്ങൾക്ക് നല്ലൊരു രീതിശാസ്ത്രം തന്നെ മഹത്തുക്കളായ ഇമാമുമാർ പിൽക്കാലത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനാണ് ഇൽമുൽ കലാം എന്ന് പറയുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ, കഴിഞ്ഞ അവതരണത്തിൽ ആ വിഷയം നാം കേട്ടതാണ്. ഇൽമുൽ കലാമിന് വേണ്ടി ധാരാളം സേവനം ചെയ്ത ഇമാമുമാർ അഥവാ പാരമ്പര്യ വിശ്വാസങ്ങൾ ഇവിടെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി സേവനം ചെയ്ത ധാരാളം ഇമാമുമാർ, മഹത്തുക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ ഉമ്മത്തിൽ ഇങ്ങനെ പല കക്ഷികളുമുണ്ട് എന്ന് കേൾക്കുമ്പോൾ, ഈ ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ട് എന്ന് അറിയുമ്പോൾ അതിൻ്റെ പേരിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവചനത്തിൻ്റെ പുലർച്ചയാണത്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ശേഷം ജീവിക്കുന്ന ആളുകൾ ഇഖ്തിലാഫൻ കസീറ, അവർ ധാരാളം ഭിന്നിപ്പുകൾ കാണുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഭിന്നിപ്പുണ്ടാവുന്ന സമയത്ത് ഞങ്ങളുടേതാണ് ശരി എന്ന് പറയുന്ന സന്ദർഭത്തിൽ നമ്മൾ എവിടെയാണ് നിൽക്കേണ്ടത്, ഏതാണ് ശരി, ഏതാണ് രക്ഷയുടെ കവചം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ രക്ഷയുടെ കവചമാണ്, രക്ഷക്കായി നമുക്ക് പിടിക്കാനുള്ള പിടിവള്ളിയാണ് അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ. ഭിന്നിപ്പുണ്ടാവുന്ന സമയത്ത് എൻ്റെ സുന്നത്തിനെയും എൻ്റെ ഖുലഫാഉർ റാഷിദുകൾ, എൻ്റെ ശരിയായ പ്രതിനിധികളായ ഖുലഫാഉർ റാഷിദുകൾ, 4 ഖലീഫമാർ, ആ ഖലീഫമാരുടെയും സുന്നത്തുകളെ നിങ്ങൾ മുറുകെ പിടിക്കണം. എന്താണ് റസൂലുള്ളാഹിന്റെ സുന്നത്ത്? റസൂലുള്ളാഹിന്റെ വാക്ക്, റസൂലുള്ളാഹിന്റെ പ്രവൃത്തി, റസൂലുള്ളാഹിന്റെ അംഗീകാരം, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന റസൂലുള്ളാഹിന്റെ തിരുചര്യ, അതാണ് റസൂലുള്ളാഹിന്റെ സുന്നത്ത്. ആ സുന്നത്തിന്റെ വിശദീകരണമാണ് ഖലീഫമാരുടെ സുന്നത്തുകൾ. ആ സുന്നത്താണ് അഹ്ലു സുന്നയിലെ സുന്ന. അതിനെ മുറുകെ പിടിക്കുന്നവരാണ് സുന്നികൾ. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഈ ഉമ്മത്ത് ഭിന്നിക്കും. ആ ഭിന്നിക്കുന്ന സമയത്ത് നിങ്ങൾ എവിടെയാണ് നിൽക്കേണ്ടത്, എന്തിനെയാണ് നിങ്ങൾ രക്ഷക്കായി പിടിക്കേണ്ടത്? അലൈക്കും ബിൽ ജമാഅ,
എൻ്റെ ഉമ്മത്ത് ഭിന്നിക്കുന്ന സമയത്ത് നിങ്ങൾ ജമാഅത്തിനെ മുറുകെ പിടിക്കണം. എന്താണ് ജമാഅത്ത്? അതിനെ ഷാഫിഈ ഇമാം വിവരിക്കുന്നുണ്ട്. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ജമാഅത്തുൽ മുസ്ലിമീൻ, മുസ്ലിം സമൂഹത്തിന്റെ ജമാഅത്ത്. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ സംഘം എന്നാണ് അർത്ഥം. അൽ ജമാ, ആ ജമാഅത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അതിനെയാണ് ഷാഫിഈ ഇമാം വിവരിക്കുന്നത് ജമാഅത്തുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ജമാഅത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. ഏതാണ് മുസ്ലിമീങ്ങൾ? വാൽനാമങ്ങളൊന്നും ആവശ്യമില്ലാതെ അറിയപ്പെടുന്ന വിശ്വാസികൾ, പാരമ്പര്യ വിശ്വാസികൾ, പാരമ്പര്യത്തെ പേറുന്ന വിശ്വാസികൾ. ആ മുസ്ലിമീങ്ങളുടെ ജമാഅത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. ജമാഅത്തിനെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ആ മുസ്ലിം ലോകത്തിന്റെ, മുസ്ലിം സമൂഹത്തിന്റെ ഇജ്മാഅനെ നിങ്ങൾ മുറുകെ പിടിക്കുക. ഈ ഉമ്മത്തിന് പിഴക്കാത്ത ഒരു പ്രമാണമായി അള്ളാഹു നൽകിയതാണ് ഇജ്മാഅ്. ഈ ഉമ്മത്തിന്റെ സവിശേഷതയാണ് ഈ ഉമ്മത്ത് ഒന്നടങ്കം പിഴക്കില്ല. ഈ ഉമ്മത്തിന് മൊത്തത്തിൽ, ഓരോ വ്യക്തിക്കല്ല, ഓരോ വ്യക്തിക്കില്ലെങ്കിലും ഈ ഉമ്മത്തിന് മൊത്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സുരക്ഷിതത്വം നൽകിയിട്ടുണ്ട്. അതാണ് ഇജ്മാഅ്. ആ ഇജ്മാഇനെ മുറുകെ പിടിക്കാനാണ് ഭിന്നിപ്പുണ്ടാകുന്ന സമയത്ത് എൻ്റെ സുന്നത്തിനെയും ഇജ്മാഇനെയും നിങ്ങൾ മുറുകെ പിടിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. ഖുർആനെ എല്ലാവരും അംഗീകരിക്കും. ആ ഖുർആനെ ദുർവ്യാഖ്യാനങ്ങൾ ചെയ്തുകൊണ്ട് സുന്നത്തിനെയും ഇജ്മാഇനെയും തള്ളും. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് ആ സമയത്ത് നിങ്ങൾ സുന്നത്തിനെയും ഇജ്മാഇനെയും മുറുകെ പിടിക്കണം. ആ സുന്നത്തിനെയും ഇജ്മാഇനെയും മുറുകെ പിടിക്കുന്നവരാണ് സുന്നികൾ. അതിന്റെ അപ്പുറത്ത് നിൽക്കുന്നവരാണ് ബിദ്അത്തുകാർ. സുന്നത്തിന്റെ മാറ്റമാണ് ബിദ്അത്ത്. ആ ബിദ്അത്തിനെ സ്വീകരിച്ച് നിൽക്കുന്നവരാണ്, ബിദ്അത്തിനെ പുൽകുന്നവരാണ് ബിദ്അഇകൾ, മുബ്തദിഉകൾ. അങ്ങനെ ഒരു വിഷയം, സ്വതന്ത്രമായ വിഷയം ശേഷം വരാനുള്ളത് കൊണ്ട് അതിലേക്ക് പ്രവേശിക്കുന്നില്ല. പിൽക്കാലത്ത് സുന്നികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അതും നമ്മുടെ ഇമാംമാർ വിവരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അവിടെ തുഹ്ഫൽ വിവരിക്കുന്നുണ്ട്. പിൽക്കാലത്ത് വൽ മുറാദു ബിഹിം, സുന്നികൾ എന്ന് പറഞ്ഞാൽ പിൽക്കാലത്ത് ബിൽ അസ്നത്തിൽ മുതാഖിറ, പിൽക്കാലത്ത് സുന്നികൾ എന്ന് പറഞ്ഞാൽ ഇമാമാഹ അബുൽ ഹസൻ അൽ അശ്അരി വ അബൂ മൻസൂർ അൽ മാതുരിദി വ അത്ബാഉഹുമാ. സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമുമാരായി, അഹ്ലു സുന്നയുടെ ഇമാമുമാരായി അറിയപ്പെട്ട രണ്ട് ഇമാമുമാരുണ്ട്. ഇമാം അബുൽ ഹസൻ അൽ അശ്അരി, ഇമാം അബൂ മൻസൂർ അൽ മാതുരിദി റളിയല്ലാഹു അൻഹുമാ. ഈ രണ്ട് ഇമാമുമാരും ഈ രണ്ട് ഇമാമുമാരുടെ അനുഗാമികളും. നേരത്തെ ഞാൻ പറഞ്ഞുവല്ലോ, ഇൽമുൽ കലാം, ഈ വിശ്വാസ കാര്യങ്ങൾക്ക് നല്ല രീതിശാസ്ത്രം ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി ഇമാംമാര് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അതിന് അസ്ഥിവാരമിട്ടവരാണ് ഇമാം അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹു. സുന്നത്ത് കെട്ടുപോവുകയും ബിദ്അത്ത് വളർന്നു വരികയും ചെയ്യുന്ന ഒരു കാലം. റസൂലുള്ളാഹിന്റെ കാലം കഴിഞ്ഞു, സ്വഹാബത്തിന്റെ കാലം കഴിഞ്ഞു, താബിഈങ്ങളുടെയും കാലം കഴിഞ്ഞു. അതിനുശേഷമുള്ള കാലത്തിൽ ബിദ്അത്തിന്റെ വലിയൊരു കക്ഷിയാണ് മുഅ്തസിലത്ത്. ആ മുഅ്തസിലത്തിന്റെ പിഴച്ച വാദങ്ങൾ ഇവിടെ വ്യാപിക്കുകയും ഇവിടെ ശോഭിക്കുകയും സുന്നത്ത് അരികിലേക്ക് പോവുകയും കെട്ടുപോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ വന്നപ്പോൾ ശരിയായ രീതിയിൽ പാരമ്പര്യ വിശ്വാസം എന്താണ്, സുന്നത്ത് എന്താണ്, ബിദ്അത്ത് എന്താണ് എന്ന് പ്രമാണബദ്ധമായി യുക്തിപരമായി സമർത്ഥിക്കുകയും ബിദ്അത്തും ബിദ്അത്തിന്റെ കക്ഷികൾ പറയുന്ന എല്ലാ കാര്യങ്ങളും പൊള്ളത്തരമാണ് എന്നും പാരമ്പര്യ വിശ്വാസമാണ് ശരിയെന്നും സമർത്ഥിക്കുകയും അതിന് വേണ്ട എല്ലാം ചേർത്തുകൊണ്ട് രീതിശാസ്ത്രം സ്ഥാപിക്കുകയും അതിനുവേണ്ടി അസ്ഥിവാരമിടുകയും ചെയ്തവരാണ് ഇമാം അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ ആ ഇമാമിനെ അനുഗമിച്ചുകൊണ്ട് മാ വറാഉൻ നഹർ എന്ന് അറബികൾ വിളിക്കുന്ന പ്രദേശം, ആ പ്രദേശത്ത് ഇതേ സേവനം ചെയ്ത മഹാനാണ് ഇമാം അബൂ മൻസൂർ അൽ മാതുരിദി റളിയല്ലാഹു അൻഹു. എന്നാൽ ഈ രണ്ട് ഇമാംമാരുടെയും സറികൾ തമ്മിൽ വലിയ വ്യത്യാസമില്ല. ചെറിയ ചെറിയ ശാഖപരമായ വ്യത്യാസങ്ങൾ മാത്രമേ ഈ രണ്ട് സറികൾ തമ്മിലുള്ളൂ. അതുകൊണ്ട് തന്നെ അശ്അരി ഇമാമിലേക്ക് ചേർത്തുകൊണ്ട് അശാഇറ എന്നീ രണ്ടിനും കൂടി ഒരുമിച്ച് പറയപ്പെടാറുണ്ട്. പിൽക്കാലത്ത് വന്ന ഏത് ഇമാമും, ഏത് ഫന്നിലെ ഇമാമിനെ നാം പരിശോധിച്ച് നോക്കിയാലും ആ ഇമാമുമാർ ഈ രണ്ടാലൊരു സരണിയെ പിൻപറ്റിയവരാണ്, പിന്തുണച്ചവരാണ്, എതിർക്കാത്തവരാണ്. പ്രത്യേകിച്ച് അശ്അരി ഇമാമിനെ പിൻപറ്റിയവരാണ് എന്ന് പിൽക്കാലത്തുള്ള ഏത് ഇമാമിനെ നാം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്ന് വ്യക്തമാണ് ഈ സരണിയുടെ കാര്യം എത്ര ഗൗരവമുള്ളതാണ്. ആ സരണിയെ അവലംബിച്ചാലേ, ആ സരണിയെ പിൻപറ്റിയാലേ ശരിയായ പാരമ്പര്യ വിശ്വാസിയായി കൊണ്ട് ജീവിക്കാൻ പറ്റുകയുള്ളൂ. ഈ രണ്ടാലൊരു സരണി പിൻപറ്റാതെ വിട്ടുകൊണ്ട് തെറ്റിയവർ അവർ സുന്നികളല്ല. ചുരുക്കത്തിൽ ഈ രണ്ടാലൊരു സരണി സ്വീകരിച്ചുകൊണ്ട് ജീവിച്ചാലേ ഇക്കാലത്ത് സുന്നിയാവുകയുള്ളൂ. അവരാണ് പാരമ്പര്യ വിശ്വാസികൾ, അല്ലാത്തൊരു സുന്നത്തിന് പുറത്തുപോയവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇമാമുമാരെ പിൻപറ്റിക്കൊണ്ട് സുന്നിയായി ജീവിച്ച് സുന്നിയായി മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.